ഓം സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ശ്രീകൃഷ്ണ ഭക്തരായ എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം. ശ്രീമദ് ഭാഗവത ജ്ഞാനയജ്ഞം തുടരുകയാണ്. മൂലഗ്രന്ഥവും കിളിപ്പാട്ടും തമ്മിലുള്ള താരതമ്യ പഠനമാണ്. ദശമസ്കന്ധത്തിലെ 1-ാമത്തെ അധ്യായത്തിലെ 15 ശ്ലോകങ്ങൾ നാം കേട്ടു കഴിഞ്ഞു, അർത്ഥം മനസ്സിലാക്കി. ഇനി 16-ാമത് ശ്ലോകമാണ്. വാസുദേവ കഥാ പ്രശ്നഃ പുരുഷാൻ ത്രീൻ പുനാതിഹി വക്താരം പൃച്ഛകം ശ്രോതൃം തത്പാദസലിലം യഥാ. വാസുദേവ കഥാ പ്രശ്നഃ പുരുഷാൻ ത്രീൻ പുനാതിഹി വക്താരം പൃച്ഛകം ശ്രോതൃം തത്പാദസലിലം യഥാ. ശ്രീശുക ബ്രഹ്മർഷി പരീക്ഷിത് രാജാവിനോട് പറയുകയാണ്, വാസുദേവ കഥാ പ്രശ്നഃ, ശ്രീകൃഷ്ണ കഥയെ കുറിച്ചുള്ള പ്രശ്നം, ചോദ്യം. പ്രശ്നം, ചോദ്യം. വാസുദേവ കഥാ പ്രശ്നഃ, ശ്രീവാസുദേവന്റെ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ കഥയെ കുറിച്ച് അറിയുവാനുള്ള ചോദ്യങ്ങൾ. തത്പാദസലിലം യഥാ, തത്പാദസലിലം, തത്പാദം അവിടുത്തെ പാദത്തിൽ നിന്നും ഉദ്ഭവിക്കുന്ന ഗംഗ എന്ന പോലെ, പാദതീർത്ഥം എന്ന നമുക്ക് അർത്ഥം മനസ്സിലാക്കാം. തത്പാദ സലിലം, സലിലം എന്ന് പറഞ്ഞ തീർത്ഥജലം. തത്പാദ സലിലം, അവിടുത്തെ പാദോ ഉദകമായ ഗംഗ എന്ന പോലെ, പാദ ഉദകം, ഉദകം ജലം. അപ്പം ആ പാദതീർത്ഥം പോലെ വാസുദേവ കഥാ പ്രശ്നഃ തത്പാദസലിലം യഥാ, ശ്രീകൃഷ്ണ ഭഗവാന്റെ കഥയാകുന്ന കഥയിലേക്കുള്ള ചോദ്യങ്ങൾ, കഥ അറിയുവാനുള്ള ചോദ്യങ്ങൾ അവിടുത്തെ പാദതീർത്ഥം പോലെ. പൃച്ഛകം, ചോദ്യകർത്താവിനെയാണ് പൃച്ഛകം. വക്താരം, കഥ പറയുന്ന ആൾ. വക്താരം, ശ്രോതൃൻ, ശ്രോതാക്കൾ എന്നീ ത്രീൻ പുരുഷാൻ പുനാതിഹി, ത്രീൻ പുരുഷാൻ 3 വിധം ജനങ്ങളെയും പുനാതി ശുദ്ധീകരിക്കുമല്ലോ. പുരുഷാൻ ത്രീൻ പുനാതിഹി, വാസുദേവ കഥാ പ്രശ്നഃ പുരുഷാൻ ത്രീൻ പുനാതിഹി വക്താരം പൃച്ഛകം ശ്രോതൃൻ തത് പാദസലിലം യഥാ. വാസുദേവ കഥാപ്രശ്നഃ, ശ്രീവാസുദേവന്റെ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ കഥാപ്രശ്നഃ, കഥയിലെ ചോദ്യം. ആ കഥയെക്കുറിച്ച് ചോദിക്കുന്നത് തത്പാദസലിലം യഥാ ത്രീൻ പുരുഷാൻ പുനാതിഹി, ആ ഭഗവാന്റെ തൃപാദ തീർത്ഥം പോലെ പുരുഷാൻ ത്രീൻ, 3 തരത്തിലുള്ള പുരുഷന്മാരെയും 3 തരത്തിലുള്ള ജനങ്ങളെയും ശുദ്ധീകരിക്കുന്നു. പുനാതിഹി, ശുദ്ധീകരിക്കുന്നു. ഈ 3 തരത്തിലുള്ളവർ ആരാണ്? പൃച്ഛകം, അതായത് ഭഗവത് കഥകളെ കുറിച്ച് ചോദിക്കുന്ന ആൾ. പൃച്ഛകം, ഭഗവത് കഥ അറിയാനായി ചോദിക്കുന്ന ആൾ. വക്താരം, ആ കഥകളെ, ഭഗവത് കഥകളെ ഈ ആളിന്റെ മുന്നിൽ അവതരിപ്പിക്കുന്ന ആൾ, കഥ പറയുന്ന ആൾ. ശ്രോതൃൻ, അത് കേട്ടുകൊണ്ടിരിക്കുന്ന ആൾ. ഇങ്ങനെ 3 തരം ആൾക്കാരെയും പുനാതിഹി ശുദ്ധീകരിക്കുന്നു. ഭഗവത് കഥകൾ കേൾക്കുന്നതും ചൊല്ലുന്നതും അറിയാൻ വേണ്ടി ചോദിക്കുന്നതുമായ ഈ 3 തരം ആൾക്കാരെയും അവരുടെ ജീവിതത്തെ ശുദ്ധീകരിക്കുന്നു, അവരെ ശുദ്ധീകരിക്കുന്നു എന്നാണ് ഈ ശ്ലോകത്തിൽ, 16-ാമത് ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത്. അതിനെ ഭാഷ്യകാരൻ എങ്ങനെ കിളിപ്പാട്ടിലേക്ക് ആവിഷ്കരിച്ചിരിക്കുന്നു എന്ന് നോക്കാം.
കൃഷ്ണനാം പരമാത്മാ തന്നുടെ കഥാമൃതം തൃഷ്ണയാ ചൊല്ലുന്നവൻ തന്നെയും അതിലേറ്റം ഭക്തി പൂണ്ടാർദ്രാത്മന കേട്ടിരിപ്പവനെയും ശക്തികളൊഴിഞ്ഞ് അനുധ്യാതനാമവനെയും ശുദ്ധമാക്കുന്നു. ശുദ്ധമാക്കുന്നു. മഹാപാതകങ്ങളാൽ പരിബദ്ധനായിരിപ്പവനെങ്കിൽ അങ്ങവനെയോ ശുദ്ധമാക്കുന്നു. കൃഷ്ണനാം പരമാത്മാ തന്നുടെ കഥാമൃതം തൃഷ്ണയാ ചൊല്ലുന്നവൻ തന്നെയും അതിലേറ്റം ഭക്തി പൂണ്ട ആർദ്രാത്മനാ കേട്ടിരിപ്പവനെയും ശക്തികളൊഴിഞ്ഞനുധ്യാതനാമവനെയും ശുദ്ധമാക്കുന്നു. മഹാപാതകങ്ങളാൽ പരിബദ്ധനായിരിപ്പവൻ എങ്കിലങ്ങ് അവനെയും ശുദ്ധമാക്കുന്നു. ഭക്തവത്സലനായ ഭഗവത് പാദോദകം അത്യന്തം പശുദ്ധിജ മാതൃതാത ആചാര്യഘ്നദുഷ്ടന്മാരെയും ശുദ്ധമാക്കുന്നു. പുനർ അതിൽ ഇഷ്ടലാഭത്തെ കൂടി നൽകുന്നു കഥാമൃതം. ഇവിടെ ചോദ്യകർത്താവ്, കഥാപ്രാസംഗികൻ, ശ്രോതാക്കൾ എന്നീ മൂന്ന് വിധം ജനങ്ങളെ ശുദ്ധീകരിക്കുന്നു. ശ്രീകൃഷ്ണ കഥ കേൾക്കുന്നതും ചൊല്ലുന്നതും ആ കഥയെക്കുറിച്ച് ചോദിക്കുന്നതുമായി മൂന്ന് തരത്തിലുള്ള ആൾക്കാരെയും ശുദ്ധമാക്കുന്നു. പൃച്ഛകം, വക്താരം, ശ്രോതൃൻ, ത്രീം പുരുഷാൻ പുനാദിഹി എന്ന് ഭാഗവതം മൂലശ്ലോകത്തിൽ വ്യാസഭഗവാൻ പറയുമ്പോൾ ആ ശ്ലോകത്തിനെ, 16ാമത് ശ്ലോകത്തിനെ എത്ര വിപുലമായിട്ടാണ് സാമാന്യ ബുദ്ധികളായ നമുക്ക് മനസ്സിലാകുന്നതിലേക്കായി ഭഗവാൻ ഭാഷ്യകാരൻ തുഞ്ചത്താചാര്യൻ ആവിഷ്കരിച്ചിരിക്കുന്നതെന്ന് നോക്കുക. കൃഷ്ണനാം പരമാത്മാ തന്നുടെ കഥാമൃതം തൃഷ്ണയാ ചൊല്ലുന്നവൻ തന്നെയും. കൃഷ്ണയാ ചൊല്ലുന്നവൻ, അതാണ് വക്താരം. വക്താരം കഥ പറയുന്ന ആളിനെയാണ് വക്താരം എന്ന് പറയുന്നത്. ആ വക്താരം പരമാത്മാ തന്നുടെ, കൃഷ്ണനാം പരമാത്മാ തന്നുടെ കഥാമൃതം തൃഷ്ണയാ ചൊല്ലുന്നവൻ തന്നെയും ഭക്തി പൂണ്ട ആർദ്രാത്മന കേട്ടിരിപ്പവനെയും. ശ്രോതൃൻ, കേട്ടുകൊണ്ടിരിക്കുന്നവനും. പൃച്ഛകം, ശ്രോതൃൻ. പൃച്ഛകം എന്നാൽ തൃഷ്ണയാ ചൊല്ലുന്നവൻ ആണ് വക്താരം. ഭക്തി പൂണ്ട ആർദ്രാത്മന കേട്ടിരിപ്പവനാണ് ശ്രോതൃൻ. ഇനി ശക്തികളൊഴിഞ്ഞ് അനുധ്യാതനാമവനെയും ശുദ്ധമാക്കുന്നു. പൃച്ഛകമാണ് മൂന്നാമതായി ഇവിടെ പറയുന്നത്. ശക്തികൾ ഒഴിഞ്ഞ് അനുധ്യാതനാമവനെയും ശുദ്ധമാക്കുന്നു. മാത്രമോ മഹാപാതകങ്ങളാൽ പരിബദ്ധനായിരിപ്പവനെങ്കിലങ്ങ് അവനെയും ശുദ്ധമാക്കുന്നു. മഹാപാതകങ്ങളൊക്കെ ചെയ്ത് അത്തരം ജീവിതത്തിൽ ബന്ധിപ്പിക്കപ്പെട്ടിരിക്കുന്നവനാണെങ്കിൽ അവനെയും ശുദ്ധമാക്കുന്നു. കൃഷ്ണനാം പരമാത്മാ തന്നുടെ കഥാമൃതം. എന്നിട്ട് ഭക്തവത്സലനായ ഭഗവത് പാദോദകം, അതാണ് തത്പാദസലിലം എന്നുള്ള പ്രയോഗം. അവിടുത്തെ പാദോദകമായ ഗംഗയെ പോലെ, അവിടുത്തെ ഭഗവാന്റെ പാദതീർത്ഥത്തെ പോലെ
ആ പാദതീർത്ഥത്താൽ എങ്ങനെ ശുദ്ധീകരിക്കപ്പെടുന്നുവോ അതുപോലെ ഭക്തവത്സവനായ ഭഗവൽ പാദോദകം അത്യന്തം പശു ദ്വിജ മാതൃ താത ആചാര്യഘ്നദുഷ്ടന്മാരെയും ശുദ്ധമാക്കുന്നു. പശുഘാതകൻ, ബ്രാഹ്മണഘാതകൻ, മാതൃഘാതകൻ, പിതൃഘാതകൻ, ആചാര്യഘാതകൻ, ഇങ്ങനെ കുറെ ഘാതകന്മാരെ കുറിച്ചാണ്. ഹനിക്കുന്നവന്മാർ, കൊല്ലുന്നവന്മാർ, പശുവിനെ കൊല്ലുന്നവൻ. പശു എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എല്ലാ മൃഗജാതിയെയും ഉദ്ദേശിച്ചാണ്. മൃഗങ്ങളെ നിഷ്കരുണം കൊല്ലുന്നവനായാലും ബ്രാഹ്മണന്മാർ എന്ന് പറഞ്ഞാൽ ബ്രഹ്മജ്ഞാനികളായവർ, പുളുനൂലിട്ടവർ ഒരു ജാതി എന്നുള്ള അർത്ഥത്തിലല്ല ഇവിടെ അത് പ്രയോഗിക്കുന്നത്. ദ്വിജന്മാർ, ബ്രഹ്മജ്ഞാനികളെ കൊല്ലുന്നവനും മൃഗങ്ങളെ കൊല്ലുന്നവനും, മാതൃഘ്നൻ, മാതാവിനെ കൊല്ലുന്നവനും, പിതൃഘ്നൻ, പിതാവ്, പിതാവിനെ കൊല്ലുന്നവൻ, ആചാര്യഘ്നൻ, ആചാര്യൻ, ഗുരുവിനെ കൊല്ലുന്നവൻ, പക്ഷിമൃഗാദികളെ കൊല്ലുന്നവൻ, ബ്രഹ്മജ്ഞാനികളെ കൊല്ലുന്നവൻ, മാതാവിനെ കൊല്ലുന്നവൻ, പിതാവിനെ കൊല്ലുന്നവൻ, ആചാര്യനെ കൊല്ലുന്നവൻ, അങ്ങനെയുള്ള ദുഷ്ടന്മാരെയും ശുദ്ധമാക്കുന്നു. കൃഷ്ണനാം പരമാത്മാ തന്നുടെ കഥാമൃതം പുനർ അതിൽ ഇഷ്ടലാഭത്തെ കൂടി നൽകുന്നു കഥാമൃതം. അപ്പം ഇത്രയും പേരെയും ശുദ്ധമാക്കുന്നു. എന്നിട്ട് ഇഷ്ടലാഭത്തെ കൂടി, ആഗ്രഹത്തെ കൂടി അത്യാവശ്യം നൽകുന്നു കഥാമൃതം. കൃഷ്ണനാം പരമാത്മാ തന്നുടെ കഥാമൃതം കൃഷ്ണയാ ചൊല്ലുന്നവൻ തന്നെയും അതിലേറ്റം ഭക്തി പൂണ്ട ആർദ്രാത്മനാ കേട്ടിരിപ്പവനെയും സത്തികൾ ഒഴിഞ്ഞ് അനുധ്യാതനാം അവനെയും ശുദ്ധമാക്കുന്നു. മഹാപാതകങ്ങളാൽ പരിബദ്ധനായിരിപ്പവനെങ്കിലങ്ങ് അവനെയും ഭക്തവത്സലനായ ഭഗവൽ പാദോദകം അത്യന്തം പശുദ്ധിജ മാതൃതാത ആചാര്യഘ്നദുഷ്ടന്മാരെയും ശുദ്ധമാക്കുന്നു. പുനരതിൽ ഇഷ്ടലാഭത്തെ കൂടി നൽകുന്നു കഥാമൃതം. വാസുദേവ കഥാപ്രശ്നഃ പുരുഷാന്ത്രീൻ പുനാദിഃ ഭക്താരം പൃച്ഛകം ശ്രോതൃൻ തത്പാദ സലിലം യഥാ. ശ്രീകൃഷ്ണ കഥയെ കുറിച്ചുള്ള ചോദ്യം ചോദിക്കുന്നത് തന്നെ അവിടുത്തെ പാദോദകമായ ഗംഗ എന്ന പോലെ ചോദ്യകർത്താവ്, കഥാപ്രാസംഗികൻ, ശ്രോതാക്കൾ എന്നീ 3 വിധം ജനങ്ങളെയും ശുദ്ധീകരിക്കുന്നു എന്ന് മൂലഗ്രന്ഥത്തിൽ പറയുമ്പോൾ കിളിപ്പാട്ടിൽ അതിനെ എത്ര വിപുലമായ രീതിയിൽ സാമാന്യ ബുദ്ധികളായ നമുക്ക് മനസ്സിലാകത്തക്കവണ്ണം പറഞ്ഞിരിക്കുന്നത്. ഇത് കഥ ചൊല്ലുന്നവനെയും ആർദ്രന്മന കേട്ടിരിപ്പവനെയും അനുധ്യാതനെയും പോരാതെ പശുദ്ധിജ മാതൃതാത ആചാര്യഘ്നന്മാരായ ദുഷ്ടന്മാരെയും ശുദ്ധമാക്കുന്നു. ഇഷ്ടലാഭത്തെ കൂടി നൽകുന്നു കഥാമൃതം. ഓം സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഭാഗവതപ്രിയരായ ശ്രീകൃഷ്ണ ഭക്തരായ ഏവർക്കും വീണ്ടും നമസ്കാരം. ശേഷം ഭാഗമെടുക്കുന്നതിൽ ഭഗവാനെ കൃഷ്ണ.